ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അങ്ങനെ ഇന്ന് രാവിലെ പുഷ്പ 2 കണ്ട് ദേ ഇപ്പം എത്തിയേ ഉള്ളൂ. പുഷ്പ 2 ദ റൂൾ. ട്രെയിലറിൽ പുഷ്പ പറഞ്ഞ പോലെ തന്നെ പുഷ്പ ഫയർ അല്ല, വൈൽഡ് ഫയർ ആണ്. സംഭവം അതുതന്നെയാണ്. എനിക്കിഷ്ടമായി. നല്ലൊരു അടിപൊളി കൊമേഴ്ഷ്യൽ പടം. പുഷ്പ ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുഷ്പ സെക്കൻഡും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. 3 മണിക്കൂറും 21 മിനിറ്റുമാണ് സിനിമയുടെ റൺ ടൈം. ആ 3 മണിക്കൂർ 21 മിനിറ്റും സംഭവം നല്ല എൻഗേജിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. എവിടെയും പ്രത്യേകിച്ച് ലാഗ് ഒന്നും ഫീൽ ചെയ്തില്ല. ഇനി പറയാനുള്ളത് അല്ലുവിൻ്റെ കാര്യമാണ്. പടം മൊത്തത്തിൽ അല്ലു അർജുൻ്റെ അഴിഞ്ഞാട്ടാണ്. വൺ മാൻ ഷോ എന്ന് തന്നെ പറയാം. പുള്ളിയുടെ സ്വാഗ് ആയിക്കോട്ടെ എല്ലാം ഫസ്റ്റ് പാർട്ടിനേക്കാളും ഡബിൾ ആയിട്ടാണ് സെക്കൻഡ് പാർട്ടിൽ സുകുമാർ കൊടുത്തിട്ടുള്ളത്. 2 വർഷമാണ് അല്ലു അർജുൻ പുഷ്പ 2വിന് വേണ്ടി മാറ്റിവെച്ചത്. ആ 2 വർഷത്തിനുള്ളതെല്ലാം പുള്ളി ഇതിൽ ചെയ്തിട്ടുണ്ട്. വേസ്റ്റായി എന്നൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. പൊതുവെ ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമയാവുമ്പോൾ അതിലെ ഫൈറ്റ്സ് ആയിക്കോട്ടെ, സോങ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ വരുന്ന ടൈമിൽ പടത്തിൻ്റെ കഥയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. കഥ ഒരു വഴിക്കും ബാക്കി സംഭവങ്ങൾ വേറെ വഴിക്കുമാണ് പോവാറ്. എന്നാൽ പുഷ്പ 2വിൽ പാട്ടും ഫൈറ്റും എന്തൊക്കെ വന്നാലും അതെല്ലാം കറക്റ്റായിട്ട് പക്കയായിട്ട് കഥയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇത് ഒരു ചെറിയ കാര്യമല്ല. കാരണം എല്ലാം കറക്റ്റ് കഥയായിട്ട് പക്ക ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതൊരു സംഭവം തന്നെയാണ്. അത് സുകുമാർ വെടിപ്പായി ചെയ്തിട്ടുമുണ്ട്. പിന്നെ സിനിമയിലെ ആക്ഷൻ സീക്വൻസ് ഫസ്റ്റ് പാർട്ടിലുള്ളതിനേക്കാൾ ഹൈ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണ്. അത് ചിലപ്പോൾ ലോജിക്ക് നോക്കുന്നവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. ബട്ട് ഇതുപോലൊരു കൊമേഴ്ഷ്യൽ സിനിമയിൽ അതുപോലെ ലോജിക്ക് നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒന്നാമത് അല്ലു അർജുന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ പുഷ്പ 2വിൽ ഫസ്റ്റിനെക്കാട്ടിലും അല്ലുവിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി ഹൈ ആക്കിയിട്ടുണ്ട്. സംഭവം വർക്കായിട്ടുമുണ്ട്. പിന്നെ അറിയാലോ, പടത്തിൽ പാസം പരിപാടിയുണ്ട്. തങ്കച്ചി പാസൊക്കെ പിടിച്ചിട്ടുണ്ട്. ബട്ട് അതൊന്നും നമുക്കൊരു ബോറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. വർക്കായിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ മേക്കിംഗ് ആയിക്കോട്ടെ, സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ കിടുവായിട്ടുണ്ട്. അതെല്ലാം സുകുമാർ വൃത്തിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ അറിയാലോ, ചെറിയ സ്ക്രീൻ സ്പേസ് മതി, പുള്ളി അഴിഞ്ഞാടും. അത് തന്നെയാണ് പുഷ്പ 2വിൽ ചെയ്തിട്ടുള്ളത്. പടത്തിലൊരു പോയിന്റിൽ വരെ മാത്രമേ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ ഉള്ളൂ. അതിനുശേഷം ഫഹദ് ഫാസിലിനെ പിന്നെ കാണിക്കുന്നില്ല. ബട്ട് ആ ഉള്ള ടൈം ഫഫ ആറാടിയിട്ടുണ്ട്. അല്ലുവിൻ്റെയും ഫഫയുടെയും ആ ഒരു ഈഗോ ക്ലാഷ് അതെല്ലാം പടത്തിൽ പ്രോപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. വേറെ ലെവൽ. സത്യത്തിൽ ഫഹദ് ഫാസിലിൻ്റെ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഓർമ്മ വരിക ഷമ്മി ഹീറോയാടാ, സൈക്കോ ഷമ്മിയുടെ അതേ ക്യാരക്ടർ. പിന്നെ പുഷ്പ 2വിൻ്റെ അനൗൺസ്മെൻറ്റ് തൊട്ട് പുഷ്പ 2വിന് കിട്ടിയ ട്രോളായിരുന്നു അല്ലുവിനെ ഒരു സഹാരി കെട്ടിയ ഒരു ഗെറ്റപ്പിൽ കാണിച്ചിട്ടുള്ളത്. അതൊരു നല്ല ട്രോൾ കിട്ടിയതാ. എനിക്കടക്കം അത് ബോറായിട്ടാണ് തോന്നിയത്. ബട്ട് പടത്തിൽ ആ ഒരു സീൻ വരുമ്പോൾ തിയേറ്ററിൽ വേറെ ലെവൽ ഗൂസ് ബംസ് ആയിരുന്നു. പിന്നെ പൊതുവെ ഇപ്പോൾ ഇന്ത്യൻ സിനിമകളിൽ ഇതുപോലുള്ള അവസ്ഥകൾ സ്ഥിരമാണല്ലോ. ട്രോൾ കിട്ടിയ സംഭവങ്ങളായിരിക്കും പടത്തിൽ കയറി കൊളുത്തുക. പിന്നെ സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അറിയാലോ, നമ്മുടെ രശ്മിക മന്ദാനയുടെ ക്യാരക്ടറായിട്ടുള്ള നാഗവല്ലി ശ്രീവല്ലി വെറുപ്പിച്ചണ്ണാക്കി തരുമെന്നാണ് വിചാരിച്ചത്. പുഷ്പ ഫസ്റ്റ് പാർട്ടിൽ അറിയാലോ, ഇതുപോലത്തെ ഒരു ക്രിഞ്ച് സാധനത്തിനെ കണ്ടിട്ടില്ല. എന്നാൽ ഡയറക്ടർ സുകുമാർ പുഷ്പ ഫസ്റ്റ് ഇറങ്ങിയതിന് ശേഷം ശ്രീവല്ലിയെ കുറിച്ച് ഒരുപാട് ക്രിഞ്ച് ട്രോൾ കണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ഇവളെ പുഷ്പ 2വിന് വളരാൻ അനുവദിച്ചാൽ അത് തൻ്റെ പടത്തിനെ നന്നായി ബാധിക്കുമെന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ലിമിറ്റഡ് സ്ക്രീൻ സ്പേസിൽ അവൾക്ക്, അതായത് രശ്മിക മന്ദാനയുടെ ശ്രീവല്ലി എന്ന ക്യാരക്ടറിന് അഴിഞ്ഞാടാനുള്ള ടൈം കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. അത് നന്നായി. പിന്നെ സിനിമയിലെ മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് സിനിമയുടെ തേർഡ് പാർട്ടിലേക്കുള്ള ആ ഒരു ലീഡാണ്. അതൊരു എന്താ പറയുക, ആ ലീഡ് കൊടുത്തതിനൊരു പഞ്ചില്ല. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിലാണേലും സെക്കൻഡ് പാർട്ടിലേക്കുള്ള ആ ഒരു ലീഡ് കൊടുത്തിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെയും അല്ലു അർജുൻ്റെയും ഒരു ഈഗോ ക്ലാഷ് ആയിരിക്കും എന്ന് പറഞ്ഞൊരു ലീഡ് കൊടുത്തിരുന്നു. അതൊക്കെ പക്ക പ്യുവർ ഗൂസ് ബംസ് ആയിരുന്നു. എന്നാൽ സെക്കൻഡ് പാർട്ടിയിൽ നിന്ന് തേർഡ് പാർട്ടിലേക്ക് കൊടുത്ത ആ ഒരു ലീഡ്, അത് സംഭവം കലങ്ങിയില്ല. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തേർഡ് പാർട്ടിലേക്കുള്ള ലീഡ് കൊടുക്കായിരുന്നു. അവരൊന്നും കൂടി അത് നോക്കി ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ. എനിക്കെന്തായാലും ഒന്നേ എല്ലാവരോടും പറയാനുള്ളൂ, പുഷ്പ 2 നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പടം എന്നൊരു മൈൻഡ് സെറ്റിൽ മാത്രം പോവുക. ലോജിക്കൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം ഇഷ്ടാവില്ല. കാരണം ലോജിക്കില്ലാത്ത ഒരുപാട് സീൻസ് ഉണ്ട്. പടം മൊത്തത്തിൽ കുറച്ച് ഓവറായിട്ടുള്ള സീൻസ് തന്നെയാണുള്ളത്. ബട്ട് ഓവറായിട്ടുള്ള സീൻസ് ഉണ്ടെങ്കിലും ടെക്നിക്കലി അത് നൈസാണ്. ഓവറായിട്ടുള്ള സീൻസ് ഉണ്ട്, ബട്ട് അത് ടെക്നിക്കലി അവർ നൈസാക്കിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ലോജിക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവില്ല. ഒരു കൊമേഴ്ഷ്യൽ പടം ആയതുകൊണ്ട്
അറിയാലോ, ലോജിക്കിനൊന്നും അവിടെ പ്രസക്തിയില്ല. പടം തിയേറ്ററിൽ കാണാനുള്ളതൊക്കെ ഉണ്ട്, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് കണ്ടതാണെങ്കിൽ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് അതേപോലെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ലോജിക് അത് മാത്രം നോക്കി പോകാണ്ടിരിക്കുക. പിന്നെ പറയാൻ വിട്ടുപോയത്, സിനിമയുടെ BGM വർക്കും അതുപോലെ തന്നെ സോങ്സും കൊള്ളാം, നൈസായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പുഷ്പ 2വിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ. ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു കൊമേഴ്ഷ്യൽ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രം എല്ലാവരും പോവുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. പുഷ്പ 2 കണ്ടവർ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുക. ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ഗൈസ്.